അടുത്ത ചിപ്പ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കമ്പെടുക്കലാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ കമ്പെടുക്കുന്നത് സിയോൺ എടുക്കലാണ്. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തലഭാഗം കട്ട് ചെയ്തതാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുന്ന കണ്ടോ, തലയിൽ വരുന്ന ഇതുപോലത്തെ ബ്രാഞ്ചാണ് നമുക്ക് ചിപ്പ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടത്. അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മുകൾ ഭാഗം കട്ട് ചെയ്തിടല്ലേ, പ്ലാന്റ് കട്ട് ചെയ്ത ചെടിയിൽ നിന്ന് കമ്പെടുക്കും മരത്തിൽ നിന്ന് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആ ഭാഗമാണ് എടുക്കാൻ. ഇതുപോലെ വന്ന ബ്രാഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏകദേശം ഇത്ര ഹൈറ്റുള്ള കമ്പ് മതി. ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് കനത്തിലുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഇതാണ് നമുക്ക് വേണ്ടത്. ചിപ്പ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാമല്ല, മാവുമ ചെയ്യാമല്ല. മാവുമ എല്ലാ പ്ലാന്റുമേ ചെയ്യാം. ടീമനെ ചിപ്പ് ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ മാവിൻ്റെ തടിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് കട്ട് അടിയിൽ ഇതുപോലെ കൊടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ഇറക്കി കൊണ്ടുവരിക. അതിനായി ചെയ്യേണ്ടത് ആ മുകളിലോട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. മുകളിലോട്ടും കട്ട് ചെയ്യുക, താഴോട്ടും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആക്കിയിട്ട്. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കമ്പ് കറക്റ്റ് അളവെടുക്കുക. ആ രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ ചെയ്യാൻ. ഞാൻ തലയിൽ വരാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ബ്രാഞ്ചാണ്. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് നല്ലതൊന്ന് നിർത്തിയാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അതിനുശേഷം ബാക്ക് ഭാഗമാണ് നമ്മൾ ചെത്തി കൊടുക്കേണ്ടത്. ഇതുപോലെ ബാക്ക് ഭാഗം ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക. ഏകദേശം പകുതി വരെ കട്ട് ചെയ്യണം. കമ്പിൻ്റെ പകുതി വരെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുകൾ ഭാഗം എന്ത് ചെയ്യുക, ചെറുതായിട്ട് സ്ലോപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും. ഒരിക്കലും നമ്മളെ കൈ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് തട്ടാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ 2 ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതിൽ സക്സസ് റേറ്റ് ഏറ്റവും കൂടുതലല്ല. അപ്പോൾ ഇതിൽ ഈ ഇവിടെ ഒന്ന് ജോയിൻ്റ് ആവും, ഇതിലൊന്ന് ജോയിൻ്റ് ആവും, പിന്നെ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തില്ലേ ആ ഭാഗം ജോയിൻ്റ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അരൂടെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ഒരു സൈഡ് ഈ ഇതിന്മേൽ ജോയിൻ്റ് ആവണം. അപ്പം ഈ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം കവറ്, സിപ്പ് കവർ, ഈ ഗ്രാഫ്റ്റിംഗ് കവറ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. ഇപ്പം ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ തളിയിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു 10-12 ദിവസം കൊണ്ട് നമ്മളെ ഈ മുകുളം പൊട്ടി വരും. ആ സമയത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഈ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. തളിര് മാത്രം പുറത്തേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ രൂപത്തിലാണ് ചിപ്പ് ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കൂടുതലെല്ലാം ഈ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് റംബൂട്ടാനൊന്നും ചെയ്യാൻ പറ്റില്ല. റംബൂട്ടാനൊക്കെ ബഡേ പിടിക്കുള്ളൂ. റംബൂട്ടാൻ, ജാതി അങ്ങനത്തെ അല്ലാത്ത ഒരു ബാക്കി എല്ലാതും നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ.